അനുവുമായിട്ടാണ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. ഇങ്ങനെ വരെ പറഞ്ഞിരുന്നു എന്റെ റിസപ്ഷന് ഞാൻ ഇനി അവളെ വിളിക്കൂല എന്നൊക്കെ. ഞാൻ എന്തായാലും അനുവിനെ വിളിക്കും. അനു വരുന്നു, ആരോടും ദേഷ്യമല്ല. പിന്നെ ഉള്ള സൗഹൃദങ്ങൾ എല്ലാം ജെന്യൂൻ ആയിട്ട് തന്നെയാണ് കേൾപ്പിക്കുന്നത്. പിന്നെ എനിക്ക് റിഗ്രറ്റ് തോന്നിയ കാര്യം എന്തായാലും ഞാൻ ആദ്യം പറയാ രേണുചേച്ചിയുടെ കാര്യമാണ്. ചേച്ചീനെ ഒന്ന് ട്രിഗർ ആക്കാന്ന് വിചാരിച്ച് പറയണം. പക്ഷെ അതൊരു വലിയ എന്താ പറയാ, ചേച്ചിക്ക് ഒരുപാട് ഹേർട്ടായി എന്നറിയാം. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് ആദ്യം ഒക്കെ നമ്മൾ അങ്ങനത്തെ വാക്കുകൾ ഒന്ന് രണ്ടു വട്ടം ഉപയോഗിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ ലക്ഷ്മി വന്നപ്പോഴാണെങ്കിലും ഞാന് ആ കഴിഞ്ഞ ഫാക്ടറി ടാസ്കിൽ ലക്ഷ്മിയുടെ കൈ പിടിച്ചോ അല്ലെങ്കിൽ ലക്ഷ്മിയുടെ മടിയിലിരുന്നോ നിങ്ങൾക്ക് ജോലി ചെയ്തുകൂടായിരുന്നോ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോ ലക്ഷ്മി വരെ അത് വേറെ രീതിയിൽ എടുത്തു. കാരണം ഞാൻ മുന്നേ ഇങ്ങനത്തെ ഒരു പേര് ഇട്ടിട്ടുണ്ട്, അപ്പൊ ഇങ്ങനെ ഒരു പാസ്റ്റ് എനിക്കുള്ളത് കൊണ്ട് അതുവരെ അപ്പൊ അത്രയും എനിക്കൊരു റിഗ്രറ്റ് ആണ്. കാരണം നമ്മൾ ആദ്യം ചെയ്ത ഒന്ന് രണ്ട്, ഇപ്പൊ ഈ ബിന്നിയുടെ കേസ് തന്നെ ആ കുത്തിത്തിരിപ്പ് പാട്ട് ഉണ്ടാക്കി കൊടുത്തത് ഞാനാ. പക്ഷെ ഞാൻ ബിന്നിയുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അടുത്ത് ഞാൻ ആ പാട്ട് പാടലില്ല. കാരണം എനിക്ക് പിന്നെ ഇപ്പൊ കുത്തിത്തിരിപ്പ് അധികം ചെയ്യുന്നതായിട്ട്, എന്നാലും ഞാൻ പൂർണ്ണമായിട്ട് ചെയ്യാന്ന് പറയില്ല, അധികം ചെയ്യുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അതുകൊണ്ട് ഞാൻ ആ പാട്ട് ഞാൻ പാടില്ല. പക്ഷെ ആ പാട്ട് വളരെ ഹിറ്റ് ആയിരുന്നു. ഇവിടെ ബാക്കി ആൾക്കാര് പാടുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നീട് പറയുന്നത് അത് എനിക്ക് എന്റെ കയ്യിലല്ല അത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് വളരെ റിഗ്രറ്റ് ഉണ്ട്. പിന്നെ പ്രേക്ഷകർ, എനിക്ക് ഇവിടെ കുറെ ഫേവറേറ്റ്സ് ഉണ്ടല്ലോ കേട്ടോ. എനിക്ക് അവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് തെറ്റെന്ന് തോന്നുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് ഞാൻ അതിന് ശക്തമായിട്ട് ഞാൻ എതിർത്തിട്ടുണ്ട്. അവിടെ ഞാൻ എന്റെ ഫേവറേറ്റ്സ് ആണ്, ഞാൻ പറയാൻ പാടില്ല. അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോയിട്ടില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നെങ്കിൽ മാത്രമാണ് ഞാൻ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്.